ഇവിടെ നമ്മളെപ്പോഴും കാണും ഈ രാക്ഷസന്മാരെ വധിച്ചു. ആ വധിക്കണ എല്ലാ രാക്ഷസന്മാരും ഇതുപോലെ ഓരോ രൂപം എടുത്തിട്ട് സ്തുതിക്കാൻ തുടങ്ങും. ഇത് എന്താണ് കഥ പറഞ്ഞു തരണതെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കഥ തന്നെയാണ്. കാരണം നമ്മളുടെ എല്ലാവരും അവരൊക്കെ ആ രാക്ഷസഭാവം നടന്നപ്പോൾ ഈശ്വരഭാവം കിട്ടിയവർക്കൊക്കെ വിദ്യാധരന്മാരും ഈശ്വരന്മാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഓരോരുത്തരും താപസന്മാരൊക്കെയാണ്. അപ്പോൾ അവരുടെ നമ്മളുടെ ഉള്ളിലുള്ള ആ ചിത്തമാലിന്യങ്ങളും നമ്മളുടെ ദോഷങ്ങളൊക്കെയാണ് രാക്ഷസഭാവത്തിനെ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള രാക്ഷസഭാവത്തെ തീരണമെങ്കിൽ എന്തു വേണം? ഏതെങ്കിലും വിധത്തിൽ ഈശ്വരനോട് അടുക്കണം, അല്ലേ? ഇവിടെ ക്രോധത്തോട് കൂടിയിട്ടല്ല, ഈശ്വരനോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സ്വാത്വികമായിട്ടുള്ള ഭാവം ഉണ്ടാവണു. ആ സ്വാത്വിക